യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവപരിപാലനയിൽ ജീവിത പടവുകൾ കയറിയ ഒരുപാട് കുടുംബങ്ങളെ നാം ഇതിനോടകം തന്നെ പുറപ്പാടിലൂടെ കണ്ടുവല്ലോ. ദൈവത്തിൻ്റെ കരുതലും വിടുതലും രോഗശാന്തിയുമെല്ലാം അനുഭവിച്ചറിഞ്ഞ മറ്റൊരു കുടുംബം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഡേവിസ് വർഗീസ് ആൻഡ് ഫാമിലി. നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡേവിസ് ബ്രദർ നാട്ടിലെവിടെയാണ്? എത്ര വർഷമായി ഇവിടെയുണ്ട്? ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പഴൂക്കര എന്ന സ്ഥലത്ത് സെൻറ്റ് ജോസഫ് പള്ളിയിലെ ഇടവകമാണ്. ഞാൻ 1991 ഇങ്ങോട്ട് വന്നു. DP വേൾഡിൽ ജോയിൻ ചെയ്തു. ഞാൻ അവിടെ 28 വർഷം ജോലി ചെയ്തു. 2 വർഷം മുമ്പ് റിട്ടയർഡായി. അപ്പോൾ അവിടുന്ന് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അന്ന് ഇത്രയും സൗകര്യങ്ങളോ സാധ്യതകളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് 28 വർഷം ജോലി ചെയ്യുന്നു പറയുമ്പോൾ ഒരു 30 വർഷമേലും ഇവിടെ വന്നിട്ടല്ലേ. അപ്പോൾ അത്രയും വർഷത്തെ മുമ്പേക്കുള്ള ഒരു ജീവിതം നോക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മണ്ണിലേക്ക് നമ്മൾ കടന്നു വരിക, ജീവിതത്തെ ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ആദ്യകാലത്ത് വന്നപ്പോഴുണ്ടായിരുന്ന ആ മരുഭൂമി അനുഭവത്തിൽ ദൈവത്തോടും സഭയോടുമുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അതിനൊക്കെയുള്ളൊരു സാഹചര്യം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഭാര്യ സോഫി ആദ്യമേ 1 വർഷം മുമ്പ് വന്നിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് 89-ലാണ്. ഞാൻ വരുന്നത് 91-ലാണ്. സോഫി 89-ൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് മുൻപേ സോഫി ഉണ്ടായിരുന്നു. സോഫിക്ക് അറിയാമായിരുന്നു പള്ളി ഉണ്ടെന്നും എല്ലാം എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്ന ഉടനെ തന്നെ എനിക്ക് പള്ളിയിലോട്ട് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടും. അന്ന് ആദ്യമായിട്ടൊക്കെ ഈ മരുഭൂമി വന്നു കഴിഞ്ഞപ്പോഴേ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പക്ഷേ ഇത് ചോദിക്കാൻ കാരണം കേരളത്തിൽ നമ്മൾ ആദ്യകാലത്തൊക്കെ എടുത്ത പല പ്രോഗ്രാമുകൾ കണ്ടപ്പോൾ പലരും നമ്മളെ തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായി, അയ്യോ ഇതുപോലൊരു ദേവാലയമൊക്കെ അവിടെ എന്നാ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ജൂബിലി വർഷമാണ്, നമ്മുടെ സെൻറ്റ് മേരീസിൻ്റെ ജൂബിലിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സന്തോഷം കൊണ്ടാണ്. അപ്പം 50 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സുന്ദരമായ ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും പലർക്കും അറിയില്ല. നാട്ടിലിരിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഈ അറേബ്യൻ മണ്ണിൽ ഇങ്ങനെ ദേവാലയം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിനുള്ള വലിയ സാധ്യതകൾ ദൈവം തരികയായിരുന്നു അല്ലേ. അത് ഇല്ലെങ്കിൽ നമുക്ക് എത്രയധികം നിരാശയും നഷ്ടവും എന്തെല്ലാം ജോലി ശമ്പളം ഉണ്ടെങ്കിലും സഭയുടെ കൗതാശികമായ ജീവിതത്തിന് അത് നിലനിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കില്ല നമ്മുടെ ജീവിതം പോലും. അതിലേക്ക് ദൈവം വഴി തുറന്നു വെച്ചാണ് ഡേവിസ് ബ്രദർ വന്നത്. തീർച്ചയായിട്ടും എൻ്റെ ചോദ്യം, നാട്ടിൽ ഇത്രയേറെ ദൈവ പദ്ധതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അതെയോ ഈ മരുഭൂമിയിലാണോ ദൈവ പദ്ധതികൾ കൂടുതലായിട്ട് തിരിച്ചറിയപ്പെടുന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഇല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ SLC കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെക്ക് വന്നു. ബോംബെയിൽ 16 വർഷം ഉണ്ടായിരുന്നു. ബോംബെയിൽ അറിയാം നമുക്ക് അവിടുത്തെ ജീവിത രീതി തന്നെ ഇവിടുത്തെ പോലെയല്ല, അല്ലെ നാട്ടിലെ പോലെ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും സ്വന്തം കാര്യം നോക്കി പള്ളി പോകാനോ ഒന്നിനും വേറെ ലെവലാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇത് കിട്ടിയിരുന്നു. പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാന ദിവസേന കാണുവാനുമുള്ള ഒരു അവസരം തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ കിട്ടിയത്.
അതെ, ഈ മരുഭൂമിയാണ് കുറച്ചുകൂടെ വിശ്വാസത്തിൽ നമ്മളെ ആഴപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. ഞാൻ സോബി ചേച്ചിയിലേക്ക് വരികയാണ്. സോബി ചേച്ചിയുടെ ആദ്യമായിട്ട് സോബി ചേച്ചിയെ വന്നതെന്നാണ് ഇപ്പോൾ ഡേവിസ് ബ്രദർ പറഞ്ഞത്. അപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നേഴ്സിംഗ് പ്രൊഫഷനിൽ തന്നെയാണോ ഇവിടെ വന്നത്? അതെ, ഞാൻ ബോംബെയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. ഞങ്ങൾ 7500 പേരിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ 3000 പേരെ സെലക്ട് ചെയ്തു. ആ 3000 പേരിൽ നിന്ന് 1500 പേരെ എടുത്തു. 3 ഇൻ്റർവ്യൂ കഴിഞ്ഞ് പഠിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് കിട്ടി. അപ്പോൾ അവിടുന്ന് 150 പേരെ കൊണ്ടുവന്നവരിൽ ഒരാളായിരുന്നു ഞാൻ. അതൊരു വലിയ അത്ഭുതമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ചോദ്യം, ചേച്ചി അവിടുന്ന് ഈ മണ്ണിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരികയാണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഒരുപക്ഷെ ചേച്ചിക്ക് ആരും കാണില്ല ഇവിടെ. നേഴ്സിംഗ് ജോലിയിലേക്ക് കടന്നു വന്നു. ഒരു മരുഭൂമി മാത്രമായിരിക്കും മുന്നിലുള്ളത്. അന്ന് എന്താണ് ദൈവം പിടിച്ചു നിർത്തിയ വഴികൾ? തീർച്ചയായിട്ടും ഞാൻ ബോംബെയിലായിരിക്കുമ്പോഴും ഞാൻ ബോംബെ വന്ന് അവിടെ ആകെക്കൂടെ എനിക്കറിയാവുന്ന അവിടുത്തെ ലോവർ പെരയിലെ ചർച്ച് മാത്രമാണ്. ഞാൻ തനിയെ ഈവനിങ്ങിൽ 7 മണിക്ക് അവിടെ പോയി കുർബാന കൂടുമായിരുന്നു. വീട്ടിലും എനിക്ക് ആ ശീലം കിട്ടിയതുകൊണ്ട് എനിക്കിവിടെ വന്നപ്പോഴും വിശുദ്ധ കുർബാനയോടായിരുന്നു ആകെ ആശ്രയിക്കാൻ. ദൈവത്തിലേ ഉള്ളായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ദൈവാശ്രയ ബോധം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് രാത്രി 1:30ക്കാണ് വരുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് 1 മണി വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ആദ്യം അന്വേഷിച്ചത് ഒരു പള്ളി ഇവിടെ ഉണ്ടോ എന്നാണ്, കാത്തലിക് പള്ളി. അപ്പോൾ ആരോ എന്നോട് വാടി പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നാൽ കാണുമെന്ന്. അങ്ങനെ നേരെ നടന്ന് ഞാൻ ഇപ്പോഴത്തെ ലത്തീഫ ഹോസ്പിറ്റൽ വരെ നടന്നു. എനിക്ക് വഴി തെറ്റി, കാരണം ഒറ്റയ്ക്കാണ് പോണേ, ആരുമില്ല. എൻ്റെ റൂംമേറ്റൊക്കെ വേറെ മതസ്ഥരാണ്. എൻ്റെ കൂടെ ആരും വന്നിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് പേർക്കേ സെലക്ഷൻ കിട്ടിയുള്ളൂ. ഞാൻ അവിടെ വരെ നടന്ന് അവിടെ വരെ ചെന്നപ്പോൾ എനിക്ക് പേടിയായി, സന്ധ്യയായല്ലോ. അപ്പോൾ വഴി തെറ്റി ഞാൻ തിരിച്ചു വരുമ്പം ഒരു മനുഷ്യനെ കണ്ട് ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു കത്തോലിക്ക പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങേര് കൊണ്ടാക്കി. അത് കഴിഞ്ഞ് നല്ല ധൈര്യമുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും എനിക്ക് പോകാൻ അന്ന് എനിക്കൊരു സിസ്റ്ററിനെ കൂട്ടുകിട്ടി. ഒരു അന്നമ്മ ചേച്ചിയാണ്. അന്ന് പുള്ളിക്കാരിക്ക് ഒരു 25 വർഷത്തോടെ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരി എന്നും എന്നെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ പുള്ളിക്കാരിയുടെ കൂടെ പോകണം 5 മണിക്ക്, അല്ലെങ്കിൽ പുള്ളിക്കാരി നേരത്തെ പോകും. പിന്നെ 8 മണിക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു ശീലം കിട്ടി. അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ കണ്ടിന്യൂ ചെയ്തു. ദൈവകൃപയാൽ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു, കുടുംബമായിട്ടും. അതൊരു വലിയ അത്ഭുതം തന്നെയാണ് ചേച്ചി. അതിനേക്കാൾ ഉപരി ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നത് കുറച്ച് പണം ഉണ്ടാക്കണം, നേഴ്സല്ലേ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും. പക്ഷേ ഇന്നിവിടെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ചേച്ചീനെയും കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളിലാണ് നിങ്ങളെല്ലാവരും തന്നെ. ചേച്ചി ലേ മിനിസ്റ്ററാണ്, അതുപോലെ തന്നെ വിവിധ മിനിസ്ട്രികളിൽ ഉണ്ട്, മീഡിയ മിനിസ്ട്രിയുടെ തന്നെ ഒരു അംഗമാണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകൾക്കകത്തും ഈ ജോലിയുടെ ഇടയ്ക്ക് സജീവവുമാണ്. അപ്പോൾ ഇന്ന് ചേച്ചി എന്താ ചിന്തിക്കുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ദൈവം ഇങ്ങ് വിട്ടേന്നൊരു ബോധ്യം കിട്ടില്ല. അന്നും എനിക്ക് പണമല്ല, എനിക്ക് ദൈവം തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് അന്നും. കാരണം അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പിക്ചർ കണ്ടിട്ടില്ല. ആകെ കണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജീസസ് എന്ന പിക്ചറാണ്. എനിക്ക് ടി വിയോട് അങ്ങനെ ഒരു ഭ്രമമില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞും എൻ്റെ റൂമിൽ എല്ലാവരും ഇരുന്ന് ടി വി കാണുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും. അങ്ങനെയായിരുന്നു. എനിക്കതൊരു ഭയങ്കര ടൈം വേസ്റ്റ് പോലെയാണ് തോന്നാറുള്ളത് ടി വി കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ മക്കളോടാണെങ്കിലും ടി വി കാണുന്നതിലേ ഉള്ളൂ എനിക്ക്. വീട്ടിൽ ശരിക്കും വഴക്ക് പറയുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് വഴക്ക് പറയുന്നത്. വേറെ മറ്റു മാധ്യമങ്ങളെക്കാൾ ഉപരി പ്രാർത്ഥനയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുന്നു. 1ാം സ്ഥാനം കൊടുക്കും. ഓക്കെ, കുർബാനയ്ക്കും 1ാം സ്ഥാനം കൊടുക്കും. ഓക്കെ, ആ ഒരു ഉറച്ച ബോധ്യം ചേച്ചിയിലേക്ക് നൽകിയത് തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരാണ്. ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമല്ല. അപ്പോൾ മാതാപിതാക്കന്മാരെ പറ്റി കൂടി ഒന്ന് പറയും. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി ദൈവഭക്തരായിരുന്നു. സന്ധ്യപ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഞങ്ങളെല്ലാവരും അന്നത്തെ കാലത്ത് എല്ലാവരും കൈ വിരിച്ചു പിടിച്ച് കൊന്തയെല്ലണമെന്നാണ്. ഞങ്ങളെല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ചോണം, ഭയങ്കര ഉറക്കെ. ഞങ്ങളൊരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായിരുന്നു. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന ആ ഏരിയയിലുള്ള എല്ലാവർക്കും കേൾക്കും. അത് കഴിഞ്ഞ് കുറച്ച് പാട്ടുകളുണ്ട്, അമ്മയും കൂടും അതിൽ. പിന്നെ വെളുപ്പിനെ എണീക്കുന്നവർ പള്ളിയിൽ പോകണം. ഞങ്ങൾ 5 മക്കളാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇച്ചാൻ്റെ മുറിയിൽ ഞങ്ങൾക്കൊരു വാച്ചേ ഉള്ളൂ. അത് നോക്കണമെങ്കിൽ അവിടെ പോകണം, ഇച്ചാൻ അറിയും. അപ്പം ഞാൻ ഉണർന്ന് വെളുപ്പിനെ ഞാൻ അറിഞ്ഞില്ല. പക്ഷേ അത് രാത്രി ഒരു 1:30 മണിയായിരുന്നു. ഞാൻ ഓടിപ്പോയി കുളിച്ചു, വേറെ ഒരു പാവടം ബ്ലൗസും എടുത്തിട്ട് പള്ളിയിൽ പോയി. പക്ഷേ പള്ളി ചെന്നപ്പോൾ അറിയുന്നത് 2 മണിക്ക് അവിടെ അടച്ചിട്ട് കപ്പിയാർ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന സമയം. പക്ഷെ അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ടൊക്കെ എന്നെ കാണത്തില്ല. ഞാൻ പള്ളിയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഒറ്റ കുഞ്ഞില്ല. പള്ളിയുടെ ഫ്രണ്ട് വാതിൽ അന്ന് ചാരി ഇടത്തേ ഉള്ളൂ. അങ്ങനെ പള്ളിയിൽ പോയി അന്ന് അച്ഛന്മാരുടെ പ്രഭാത പ്രാർത്ഥന കൂടി. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അച്ഛന്മാർ ചോദിക്കും, നീ എങ്ങനെ വെളുപ്പിനെ ഇവിടെ എത്തിയെന്ന്. അങ്ങനെ പള്ളിയോടെ ഒരു വെളുപ്പിനെ പള്ളി പോകാതെ വന്നാൽ വീട്ടിൽ നമുക്കൊന്നും തരത്തുമില്ല. SSLC എക്സാം ആണെങ്കിലും പള്ളി പോയിട്ട്
വിശുദ്ധ കുർബാന ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് പരീക്ഷയാണേലും കൊള്ളാം, എന്ത് വലിയ ദിവസമാണേലും കൊള്ളാം, ദേവാലയത്തോടുള്ള ബന്ധത്തിന് വിട്ടുവീഴ്ചയില്ലായിരുന്നു. അതിന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ചോദ്യം, ചേച്ചിക്ക് 2 മക്കളാണ് അല്ലേ? അവരുടെ പേരുകളൊന്ന് പറയും. ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, മറ്റേ ആൾ ഇവിടെ. ഇവൻ മൂത്തവൻ ജസ്വിൻ, ഇളയവൻ ജോയൽ. അവൻ നാട്ടിൽ BDS കഴിഞ്ഞു, ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഓക്കെ, മൂത്ത മോനിലേക്ക് വരാം. മോൻ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ അല്ലേ? ഇപ്പോൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? പഠിക്കുവാണോ ജോലിയാണോ? ഞാനിപ്പോൾ ADCBയിൽ ജോലി ചെയ്യുന്നു. 4 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. അതിനോടുകൂടെ ഞാൻ ICWA പഠിക്കുന്നുണ്ട്, ഒപ്പം MBAയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ജനിച്ച് വളർന്നത്. മോന് എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഞാൻ വന്നപ്പോൾ തുടങ്ങി അറിയാം, നിങ്ങളെല്ലാവരും അപ്പനും അമ്മയും പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം കണ്ടു വളർന്നവരാ. എനിക്കൊരു ചോദ്യം പേഴ്സണലി ഈ ലോകത്തിൻ്റെ മുന്നിൽ ചോദിക്കാനുള്ളത്, നല്ലൊരു ശതമാനം ഇവർ രണ്ടും മിക്കവാറും പള്ളിയിലെ കാര്യങ്ങളുമായിട്ട് പോകുമായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പനോടും അമ്മയോടും ദേഷ്യമോ അല്ലെങ്കിൽ നിങ്ങളെ കരുതാത്തതിൻ്റെ അരിശോ അങ്ങനെ വല്ലതുമൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ പ്രവർത്തനങ്ങളും എങ്ങനെയൊക്കെയാണ് മോനെ സഹായിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ ഓൾട്ടർ സർവീസ് സൊഡാലിറ്റിയിലുണ്ടായിരുന്നു. അപ്പം ഞാനും അനിയനും കൂടെ മത്സരിച്ചാണ് കുർബാന സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ, ആഫ്റ്റർനൂൺ ഡ്യൂട്ടി, മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ അമ്മ ഡ്യൂട്ടിയിൽ നിന്ന് കഴിഞ്ഞ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരു 2-3 ദിവസമൊക്കെ അമ്മയ്ക്ക് വയ്യാതെ കാലുവേനയായിട്ട് കിടക്കുമ്പോൾ ഞാൻ ബസ്സും പിടിച്ച് ഞാൻ വൈകുന്നേരം കുർബാന 7 മണിക്ക് കുർബാന അറ്റൻഡ് ചെയ്യും, ഞാനും അനിയനും കൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു തികച്ചും ഒരു ആത്മീയമായിട്ട് കുർബാനയുടെ മുഴക്കാത്ത ഒരു സംവിധാനമായിരുന്നല്ലേ വീട്ടിൽ? അതിന് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? നിങ്ങളും ഓൾട്ടർ സർവീസ് ആയിരുന്നു. ഇന്ന് ദൈവത്തോട് ചേർന്ന് നിന്നില്ലായിരുന്നു ഇങ്ങനെ ഇരിക്കുകയില്ല, നമ്മൾ വേറെ ഒരു വഴിയിലേക്കാണ് പോകണം അല്ലേ? ഇവിടെ വളരാൻ എന്ത് സാഹചര്യം നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ദൈവം വളർത്തുകയാണ് ഇത്. ഇപ്പോൾ എന്താണ് ആക്ച്വലി പ്രാർത്ഥന? ഇപ്പോൾ ക്രിസ്റ്റീനെ ലീഡ് ചെയ്യുന്നുണ്ടോ, അതോ യൂത്തിൻ്റെ അകത്താണോ, എങ്ങനെയാ പ്രയർ? ഞാനിപ്പോൾ ജീസസ് യൂത്ത് മലയാളം ഗ്രൂപ്പിലാണ്. അതിൽ ഞാനിപ്പോൾ ലിറ്ററേച്ചർ മീഡിയം മിനിസ്ട്രിയിൽ തൂലിക എന്ന് പറഞ്ഞ തൂലികയിൽ ഞാനിപ്പോൾ ടൈപ്പിസ്റ്റാണ്. അവരെ സഹായിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. തൂലികയിലൂടെ മീൻസ് അത് അനേകം വായിക്കുന്നുണ്ട്, വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, സൈറ്റ് ഉണ്ട്. ഓക്കെ, അത് യുവജനങ്ങൾ വെർബൻ ക്യൂസിലുണ്ടായിരുന്നു ഞാൻ, ഓൺലൈൻ ക്യൂസിൽ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആൻറ്റി ജോയ് ചേട്ടന് കൊടുക്കും. ആൻറ്റി ജോയ് ചേട്ടൻ അത് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ പാരിഷ് ലെവലിൽ വെർബൻ ക്യൂസ് വരുമ്പോൾ ഓൺലൈനായിട്ട് രാത്രി 8:30 തൊട്ട് 9:30 വരെ നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ യൂത്തിന്റെ സ്ട്രോങ് ആയ പ്രവർത്തനങ്ങളുണ്ട്. യുവജനങ്ങളെ നേടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? അനേകർ നിങ്ങളെ പോലെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ അല്ലേ? വളരെ സന്തോഷമുണ്ട്. ഞാൻ തിരിച്ച് ഡേവിസ് ബ്രദറിലേക്ക് വരികയാണ്. ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വലിയ സത്യമുണ്ട്. നന്നായിട്ട് ജീവിതമൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഒരു വലിയ, നമുക്ക് ലോകത്തിന് ചിന്തിച്ചാൽ പ്രതിസന്ധി എന്ന് തന്നെ പറയാം, മരണം മുന്നിൽ കണ്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ദൈവം എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് നിങ്ങളെ ഇന്ന് ഈ കസേരയിൽ ഇരുത്താൻ ജീവൻ നൽകി അനുഗ്രഹിച്ചെന്ന് വിശ്വസിക്കുന്നത്? ഇത് സംഭവിച്ചത് ആക്സിഡൻറ്റ് സംഭവിച്ചത് 2006 സെപ്റ്റംബർ ആദ്യത്തെ വ്യാഴാഴ്ച രാവിലെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന പോർട്ടിലാണ്. ആ പോർട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയി. ഞാനും മെക്കാനിക്കൽ, സാധാരണ 2 മെക്കാനിക്കാണ് പോവാറ്. അന്നൊരു മെക്കാനിക് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയി. ഞാനൊന്ന് സൂപ്പർവൈസറായിരുന്നു. ഞാനും മെക്കാനിക്കും കൂടെ പോയിട്ട് ഞാനാണ് ഡ്രൈവ് ചെയ്തിട്ടിരുന്നത്. പിക്കപ്പ് ബ്രേക്ക് ഡൗൺ പിക്കപ്പ്. ഞാൻ സാധാരണ ഞങ്ങളിപ്പോഴും ഒരു ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയുടെ അടുത്താണ് സാധാരണ പിക്കപ്പ് പാർക്ക് ചെയ്യുക, കാരണം ടൂൾസ് എടുക്കാനുള്ള സൗകര്യത്തിന്. അന്ന് എന്തോ കുറച്ച് ദൂരം മാറ്റി പാർക്ക് ചെയ്തു. മെക്കാനിക്ക് കയറി പ്രോബ്ലം നോക്കി, സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വണ്ടി മൂവ് ആവുന്നില്ല. അതായിരുന്നു കംപ്ലയിൻറ്റ്. ഇവനത് സ്റ്റാർട്ട് ചെയ്തിട്ട് എയർ പ്രഷർ, കാരണം അത് ന്യൂമാറ്റിക് ആയതുകൊണ്ട് എയർ പ്രഷർ നല്ലപോലെ ബിൽഡപ്പ് ആയാൽ മാത്രമേ വണ്ടി മൂവ് ആവത്തുള്ളൂ, അപ്പോഴേ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവുള്ളൂ. ഇവൻ എയർ പ്രഷർ ഒന്ന് നല്ലപോലെ വെച്ചു, ഗിയറിട്ടു, ന്യൂട്രൽ മാറ്റി ഗിയറിലിട്ടിട്ടു, ഇത് ചെയ്തു, വണ്ടി മൂവ് ആവുന്നില്ല. അപ്പോൾ എയർ പ്രഷറിൻ്റെ പ്രശ്നം ഇവനിത് പതുക്കെ വീണ്ടും ആക്സിഡൻറ്റ് കൊടുത്തു. പക്ഷെ അറിയാതെ ഇവൻ്റെ കൈമുട്ട് പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ച് ഉണ്ടാകുമ്പോൾ പ്രസ് ചെയ്തിരിക്കുകയായിരുന്നു. അത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ക്യാബിന് പുറത്ത് നിന്നിരുന്നത്, മെക്കാനിക്ക് ഡ്രൈവർ അതിനകത്തിരിക്കുന്നു, ഞാൻ ക്യാബിന് കുറച്ച് പുറത്തിരിക്കുന്നത്. പെട്ടെന്ന് അത് റിലീസായി വണ്ടി. റിക്വയർഡ് ഇതിനകത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് ചാടി. അപ്രതീക്ഷിതമായിരുന്നു, ഫുൾ ആക്സിലേഷൻ നിൽക്കാന്ന് വണ്ടി. പെട്ടെന്ന് വണ്ടി ചാടിയപ്പോൾ ഞാൻ കുതിച്ചു അങ്ങോട്ട്. കുതിച്ചപ്പോൾ ഞാൻ എങ്ങനെയോ താഴേക്ക് വീണു. ഞാൻ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് എൻ്റെ തല എന്നും പിക്കപ്പും ഇടിച്ചില്ല. പിക്കപ്പിനും ഈ ട്രക്കിനും ഇടയ്ക്ക്
എന്നെ കിടത്തി ശരിക്കും നിന്നു, തല അടിച്ചില്ല. പക്ഷേ അവിടെ ഒരു ഗൂസിന് എന്നൊരു സംഭവം ഉണ്ട് അതിനകത്ത് വണ്ടിയിൽ, കുറച്ച് ഹെവിയാണ്. അവിടെ തട്ടിട്ടായിരിക്കണം എൻ്റെ വലത്തെ കാല് എൻ്റെ എല്ല് തുടങ്ങുന്ന താഴേന്ന് 2 പീസായി, ഏകദേശം ഒരു വിരൽ വീതിയിൽ ഇങ്ങനെയായി. ഇവൻ വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ പാനിക്കായി, മെക്കാനിക്ക് പാനിക്കായി. അവൻ അതേ സ്പീഡിൽ റിവേഴ്സ് എടുത്തപ്പോൾ എൻ്റെ വലത്തെ ഒരു കാല് ഒടിഞ്ഞു, മറ്റേ കാലിൻ്റെ കാൽപാദത്തോടെ വണ്ടി കയറി, ബാക്ക് വീലിൽ കയറി. എൻ്റെ ഇടത്തെ കാലിൻ്റെ കണങ്കാലങ്ങ് അരഞ്ഞുപോയി. അപ്പോൾ 2 കാലും ഫ്രാക്ചറായി. എന്നെ ദുബായ് റഷീദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 2 മണിയായപ്പോഴും ഞാൻ അവിടത്തേക്ക് കാണും. ഒരു 10 മണി വരെ അവരൊന്നും പറയുന്നില്ലായിരുന്നു, ഓപ്പറേഷനുകാരൊന്നും പറയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പിലെ ആൾക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ വീണ്ടും. അപ്പോൾ ബോധമുണ്ടോ? എനിക്കറിയാം, ബോധമൊക്കെ ഉണ്ട്, ബോധമുണ്ട്. എനിക്ക് ബോധത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം എനിക്ക് കാല് മാത്രമേ പറ്റുള്ളൂ, തലയ്ക്ക് ഒന്നും പറ്റിയില്ലായിരുന്നു. എനിക്ക് ബോധമൊക്കെ ഉണ്ട്. ബ്ലഡ് കുറച്ച് പോയി കാണും. ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു, ബ്ലീഡിങ് ഇല്ലായിരുന്നു. ബ്ലീഡിങ് ഇല്ല. കാരണം ബോണല്ലേ ഇതായിട്ടുള്ളൂ, ഫ്രാക്ചർ ഒന്നുമില്ല, എക്സ്റ്റേണൽ ഫ്രാക്ചർ ഒന്നുമില്ല, ബ്ലീഡിങ് ഇല്ല. അതുകൊണ്ടായിരിക്കും റഷീദുകാർ എന്നെ തീർച്ചയായിട്ടും ഒരു അവർക്കും ചിന്തിക്കാൻ പറ്റുള്ളൂ, പ്രതിസന്ധിയായിട്ട് തോന്നുകയില്ല. പക്ഷെ അവർ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. എന്നിട്ട് എന്നെ വെൽക്കെയർ കൊണ്ടുപോകണം. രാത്രി 12 മണിയായപ്പോൾ വെൽക്കെയർ കൊണ്ടുപോയി. പിറ്റേ ദിവസം എനിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു 9 മണിക്ക്. അന്ന് ഇവിടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമായിരുന്നു, ആദ്യത്തെ ഫാസ്റ്റിംഗ് പ്രെയർ. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ അവരെല്ലാം കൂടെ ശക്തമായി പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ടായിരിക്കാം ഡോക്ടർ സർജറി സക്സസ് ആയിരുന്നു. 2 ഇത് ചെയ്തു. എൻ്റെ ഇടത്തെ കാലിൻ്റെ കണങ്കാല് അത് അരഞ്ഞു പോയതുകൊണ്ട് എല്ലെല്ലാം അങ്ങനെ, അതിന് സേഫ്റ്റി ഷൂ ഉണ്ടായിരുന്നു. സേഫ്റ്റി ഷൂവിൻ്റെ സ്റ്റീലെല്ലാം പുറത്തു വന്നു അരഞ്ഞിട്ട്. കണങ്കാലെല്ലാം ശരിക്കും അരഞ്ഞു പോയി. ഡോക്ടർ പിന്നെ അതെങ്ങനെയൊക്കെ ചെയ്ത് അത് വാഷ് ഔട്ട് ചെയ്ത് സ്പൂൺ കൊണ്ട് മാറി വെച്ചെന്നാണ് പറയണേ. എൻ്റെ കണങ്കാലിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റർ ഇട്ടു. ഡോക്ടർ പറഞ്ഞത് ഇത് ഓക്കെ, എൻ്റെ എല്ല് പൊട്ടിയത് അവർ സ്റ്റീൽ റോഡൊക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. പക്ഷേ ഇത് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞു ചിലപ്പോൾ പഴുക്കാൻ സാധ്യതയുണ്ട്, പഴുത്ത് കഴിഞ്ഞാൽ കാല് മുറിച്ച് കളയേണ്ടി വരും, കാൽപാദം മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഫാസ്റ്റിംഗ് പ്രെയറും എല്ലാവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എല്ലാം സൗഖ്യം കിട്ടി, കാലെല്ലാം ഓക്കെ ആയി. തീർച്ചയായിട്ടും ഇന്ന് സാധാരണ മനുഷ്യൻ നടക്കുന്ന പോലെയാണ് ഡേവിസ് ബ്രദർ. പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു 80% ലിമ്പിങ് വരുമെന്ന് പറഞ്ഞായിരുന്നു. കാരണം എല്ല് പൊടുമ്പോൾ എല്ല് കറക്റ്റായിട്ട് പൊട്ടത്തില്ല, ചെറിയ ചിപ്പെല്ലാം മടന്നു പോകും. ആ ചിപ്പെല്ലാം പോയിട്ട് പിന്നെ അത് യോജിപ്പിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ 80% ലിമ്പിങ് വരുമെന്ന് പറഞ്ഞായിരുന്നു. ദൈവകൃപയോട് ലിമ്പിങ് ഒന്നുമില്ല, എല്ലാം ഓക്കെ ആയി. ഇതെല്ലാം വലിയ, അതായത് ഈ മരുഭൂമി ദൈവം ചെയ്ത അത്ഭുതം എന്നാണ് പറയേണ്ടത്. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സംഭവം. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാരണം ഞാൻ അന്ന് ആദ്യമേ വിളിച്ച് പ്രെയർ ഗ്രൂപ്പിലെല്ലാം പെട്ടെന്ന് ഫോൺ വിളിച്ച ആൾക്കാർ പറഞ്ഞു ആ സമയത്ത് എല്ലാവരും കാല് രണ്ടും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് ഇനി എഴുന്നേറ്റ് നടക്കുമോ അറിയത്തില്ലാത്ത അവസ്ഥയാണ്, മെഡിക്കൽ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇന്ന് സന്തോഷത്തോടെ എല്ലാവരുടെയും ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കാൻ ദൈവം ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ ദൈവം എടുത്തു മാറ്റി. സോബി ചേച്ചി ആ പ്രതിസന്ധിനെ എങ്ങനെയാണ് നേരിട്ടത്? സത്യമായിട്ടും എനിക്കറിയാം, ഞാനെല്ലാം അന്ന് ഓരോ ഫോണിൽ കൂടെയും സോബി ചേച്ചിയുടെ അവസ്ഥ നമ്മളറിയാം. ഇതൊരു വേറൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. നമ്മൾ മറ്റൊരു രാജ്യത്ത്, നമ്മുടെ കൂടപ്പുറപ്പുകളൊക്കെ നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സുകൊണ്ടൊരു ധൈര്യമേലും വരും, എൻ്റെ ആൾക്കാർ ഓടിയെത്താനുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ മാത്രമാണ് നമ്മുടെ സപ്പോർട്ട്. ഇത്രയും വലിയ പ്രതിസന്ധി അന്ന് പിള്ളേർ ചെറുതാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ സംഭവം. അപ്പം ഈ കുഞ്ഞു പിള്ളേർ 2 പേരെയും ഈ ഇങ്ങനെ തകരുന്ന ജീവിതം എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒരവസ്ഥയിൽ ഭർത്താവും എന്താണ് മനധൈര്യം നൽകി ദൈവം എന്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചു? ശരിക്കും പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതം മാത്രമാണ് എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയാം. ആ അത്ഭുതത്തിൻ്റെ ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ അതുപോലെ ഒരു കണ്ടീഷനായിരുന്നു അന്ന്. അത് കഴിഞ്ഞും ഇതുപോലെ തകർന്ന അവസ്ഥയിൽ ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അറിയുന്നത്, ഞാൻ ആ യൂണിഫോമിൽ തന്നെ ഇങ്ങോട്ട് വരും റഷീദ് ഹോസ്പിറ്റലിൽ. അവിടെ വന്നിട്ട് പിന്നെ ഞാൻ പോകുന്നത് പിറ്റേ ദിവസമാണ് വീട്ടിൽ പോകുന്നത്. അതുവരെ യൂണിഫോമിലാണ്, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. പക്ഷേ ഞാൻ എങ്ങനെ എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ശക്തി മാത്രമാണ്. എന്നും എൻ്റെ കൂടെയുള്ള ജപമാല, എന്നും എൻ്റെ കൂടെയുള്ള വചനം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വചനമാണ് യെശയ്യാ 53:5. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആ സൗഖ്യത്തിൻ്റെ കർത്താവ് വചനം അയച്ച് മാത്രമാണ് സൗഖ്യം നൽകിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. വീണ്ടും എനിക്ക് ഒത്തിരി അത്ഭുത സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് വളരെ ധൈര്യമായിരുന്നു. വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ
പുള്ളിയുടെ പെങ്ങന്മാരും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോരും, അവിടെ ഒന്നും ചെയ്യണ്ടെന്ന്. പക്ഷേ ഞാൻ ഫ്ലൈറ്റ് അന്വേഷിച്ചപ്പം റോസ്മേരി ചേച്ചി പറഞ്ഞു നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പക്ഷേ അവർക്ക് 4 ദിവസം കൊടുക്കണം എൻ്റെ കിടത്തി കൊണ്ടുപോകാനായിട്ട് ആ സീറ്റൊക്കെ ഉണ്ടാക്കാൻ. അപ്പം വീണ്ടും ഇതൊരു വലിയ ഫ്രാക്ചറാണ്, ഇവിടുന്ന് ഇവിടെ വരെ അങ്ങോട്ട് മുറിഞ്ഞ. അപ്പം അത് ആ ഫ്രാക്ചർ വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ക്ലോട്ട് എവിടെയും പാസ് ചെയ്ത് പെട്ടെന്ന് എന്തും സംഭവിക്കാം. അത് റിസ്ക് ആയതുകൊണ്ട് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വെൽകെയറിലേക്ക് പോയത്. അതിൻ്റെ സീരിയസ്നെസ് അറിയാവുന്നതുകൊണ്ട് പ്രാർത്ഥന മാത്രമാണ്. എല്ലാവരും നമ്മുടെ സമൂഹം ഒന്നാകെ പ്രാർത്ഥിച്ചു. എനിക്ക് ബന്ധുക്കൾ നാട്ടിലാണെങ്കിലും റഷീദ് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് സെക്യൂരിറ്റി പറയുന്ന ഒരു 150-200 പേരുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സേവിയർ ബ്രദർ ഞങ്ങളുടെ കൂട്ടായ്മയെ പറഞ്ഞേ ഉള്ളൂ, പിന്നെ ബാക്കി കാര്യമെല്ലാം അവരാണ് അവിടെ കൊണ്ട്. റോസ്മേരി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടായ്മയിലുള്ളവരുണ്ടായിരുന്നു. രാത്രി 1:30 മണിയോടുകൂടിയാണ് കൊണ്ടുപോണേ. എൻ്റെ പിള്ളേർ വീട്ടിലാണ്, അവരെ പോലും ഇവർ പോയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഭയങ്കര പ്രാർത്ഥന ചെയിൻ ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാട്ടിലായാലും ഇത്രയും കിട്ടത്തില്ല എന്ന്. അതുപോലെ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്നായിരുന്നു. ഞാൻ ജോലിയിൽ നിന്നാണ്. എനിക്ക് വേണ്ടി കാർഡ് എടുത്തെന്ന് ഡേവിസിൻ്റെ കൂട്ടുകാർ ഒരു മനുഷ്യൻ വന്നിട്ട് 10-15 കാർഡ് എനിക്ക് എടുത്തു തന്നിട്ട് പറഞ്ഞു, ചേച്ചി അച്ചായൻ എണീറ്റ് ജോലി ചെയ്തിട്ട് മതി, എത്ര വേണേലും പൈസ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു അതുപോലെ വെൽക്കയറിൽ ചെല്ലുമ്പോഴും നമ്മുടെ ടോമാണ് 10,000 രൂപ ദിറാംസ് കൊണ്ടുവന്ന് അവിടെ റിസപ്ഷനിൽ തന്നെ നമ്മൾ കെട്ടിവെക്കണം. കാരണം 40,000 ദിറാംസോളം ആകും സർജറിക്ക്, 45,000 ആകും. അപ്പോൾ നമ്മൾ 10,000 കെട്ടി വെച്ചിട്ട് വേണം തുടങ്ങാൻ. അന്ന് ഇൻഷുറൻസ് കാർഡൊന്നുമില്ല. അപ്പം എനിക്ക് സാലറി അത്രയില്ല, ഞാൻ ലോൺ എടുത്ത് വേണം ഇത് വീട്ടാൻ. പക്ഷേ കർത്താവ് അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾക്കിതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പൈസ പോലും ചിലവില്ല. ഡിസ്ചാർജ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസ്ചാർജ് ആകുമ്പോൾ കൂടെ നിൽക്കുന്നതും ഞാൻ തന്നെയാണ്. ഡിസ്ചാർജ് ആകുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഞാൻ പോയി ലോൺ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുക. അപ്പം ഇവിടുത്തെ ഒരു റോയൽ ഫാമിലി എത്രയാണ് ബില്ലെന്ന് വിളിച്ചു ചോദിച്ചിട്ട് ചെക്ക് എടുത്ത് തരുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയായിരുന്നു. നമുക്കൊരാപത്ത് വരുമ്പം കർത്താവ് നമ്മളെ കൈകളിലാണ് താങ്ങുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. എപ്പോഴും എൻ്റെ ദുരിതങ്ങൾ നമ്മൾക്ക് അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പേടിയില്ല. ഒരു അപകടം വന്നാലും ഒരു അനർത്ഥം വന്നാലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം. കാരണം പ്രഭാഷകൻ 3 ഇപ്രകാരം പറയുന്നുണ്ട്, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നു, സഹനത്തിന്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അപ്പോൾ അതുപോലെ തന്നെ സഹനത്തിലൂടെ ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുമുണ്ട്, ഇനി ഇപ്പോഴും തരുന്നുമുണ്ട്. പ്രേസ്തലോട് ചേച്ചി, ഇത് ലോകം മുഴുവൻ, അതായത് ഈ മണ്ണിലൊരു പ്രതിസന്ധിയോ ഒരു അപകടമോ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവവും നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ജനങ്ങളും നമ്മളോട് ഉണ്ടെന്നുള്ള വലിയൊരു ജീവിതാനുഭവമാണ് ചേച്ചിക്ക് ഇപ്പോൾ പറയാനുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും ഒരിക്കലും നിങ്ങൾ അതായത് ഒറ്റപ്പെട്ടു നിങ്ങൾ തോന്നിയിട്ടില്ല? ഒരിക്കലും തോന്നിയിട്ടില്ല. ചുറ്റും നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഗായിങ് അല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഏതൊരു അപകട സന്ധിയിലും എത്ര അസുഖമാണ് എനിക്ക് എണീക്കാൻ പോലും മേലേലും എനിക്കറിയാം സെൻറ്റ് മേരീസിൻ്റെ ദേവാലയ അങ്കണത്തിലേക്ക് ആ ഗേറ്റിൽ കാലുകുത്തി കഴിയുമ്പോഴേ എനിക്ക് ഭയങ്കര സൗഖ്യമാണ് കിട്ടുന്നത്. അവിടെ കിട്ടുന്ന ഒരു അനുഭൂതി പറയാൻ പറ്റിയല്ല. എനിക്ക് ഒരു ദിവസം എൻ്റെ കാലിൻ്റെ നഖം എടുത്തു, ഭയങ്കര വേദന. അന്നിപ്പോൾ പുറത്ത് പോയിരുന്നു, നല്ല വേദനയാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ നമ്മുടെ ഷാജി ബ്രദറിനോട് പറയാം സിസ്റ്ററിനെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ വന്ന പോലെയല്ല തിരിച്ചു പോകണേ, ഭയങ്കര മനസ്സന്തോഷത്തിലാണ് തിരിച്ചു. അത്ഭുതത്തിന്റെ മണ്ണാണ്. മാതാവിൻ്റെ അവിടെ നിന്ന് ആ ഗ്രോട്ടയിലേക്ക് നോക്കുമ്പോഴേ നമുക്ക് ഭയങ്കര എൻ്റെ പെറ്റമ്മയെ നോക്കുന്നതിന് തുല്യമാണ്. എൻ്റെ അമ്മ മരിച്ചപ്പോഴും ഞാൻ വന്ന് മാതാവിനോട് അമ്മ ഇനി മുതൽ എൻ്റെ അമ്മ നീയാണ്. അപ്പോൾ എൻ്റെ അപകടത്തിലും എല്ലാം അമ്മയാണ് കൂടെ വരുന്നത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മയിൽ നിന്ന് അകന്നപ്പോഴും. ഈ പള്ളിയിൽ തന്നെ ഞാൻ ആരുടെയും പ്രസംഗം കേൾക്കാതെ തന്നെ വിശുദ്ധ കുർബാനയുടെ ശക്തിയൊക്കെ ഞാൻ തനിയെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഇങ്ങനെ ജോലി സ്ഥലത്ത് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ എനിക്ക് ഇവാലുവേഷൻ ഇട്ടപ്പോൾ ഒത്തിരി മാർക്ക് കുറച്ചിട്ടു എൻ്റെ ഒരു സീനിയർ. അപ്പോൾ ഞാൻ വിഷമിച്ച് വന്ന് കരയോ, കാരണം ഒത്തിരി റെസ്പോൺസിബിലിറ്റിയിൽ ജോലി ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് ഇതുപോലെ ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ വിഷമമായിപ്പോയി. അപ്പോൾ 95-ലാണ് ഞാൻ വന്നിങ്ങനെ കുറേ കരഞ്ഞു. എന്നിട്ട് എനിക്ക് അവരോട് ശരിക്കും ഒരു വിഷമം തോന്നി, ക്ഷമിക്കാൻ പറ്റാത്ത പോലെ ഒരു വിഷമം തോന്നി. ഞാൻ അങ്ങനെ വിശുദ്ധ കുർബാന കൂടി, ഡേവിസിന് ജോലിയായിരുന്നു, പിള്ളേർ കാറ്റഗിസത്തിന് പോയി. ആദ്യത്തെ കുർബാന കൂടി ഞാൻ അവിടെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ കുർബാനയിൽ ഞാൻ കാണുന്നത് ഈശോയുടെ, അന്ന് ഞാനൊന്നും വായിച്ചറിവോ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വിശ്വാസം കൊണ്ടുള്ള കേൾവിയുള്ളൂ, അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല, വായിച്ചൊന്നും അറിയത്തില്ല എന്നൊന്നും അധികം. അപ്പോൾ ഈശോയെ അങ്ങ് ഉയർത്തുമ്പോൾ ഞാൻ കാണുന്നത്, അപ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചുമില്ല, ഈ സങ്കടത്തിൻ്റെ പുറത്ത് നിൽക്കും. ഈ അങ്ങ് ഈശോയെ ഉയർത്തുമ്പം ആ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് ഞാൻ കാണുന്നത് ആ പ്ലേറ്റിൽ ഈശോ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്, അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുക, കംപ്ലീറ്റ്
ദേഹം മുഴുവൻ മുറിവുകൾ, ശിരസിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. എന്നിട്ട് ഇതിങ്ങനെ ഉയർത്തി ഞാൻ നോക്കുകയും പേടിച്ചു. എനിക്ക് ഉറക്ക കരയണമെന്ന് തോന്നി. ഇതെന്തുവാ ഞാൻ ഈ കാണുന്നത്, ഇതന്നെ ഞാൻ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ നിന്നിട്ടാണ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പെട്ടെന്ന് കണ്ണ് പൊത്തി അങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അപ്പം ഞാനൊരു സ്വരം കേൾക്കുക, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും സഹിച്ചില്ലേ, നിനക്ക് ഒരു കുഞ്ഞു കാര്യത്തിന് നീ ഇത്രയും എനിക്ക് വേണ്ടി വിഷമിക്കുകയല്ലേന്ന്. അതിൽ പിന്നെ എനിക്ക് ആരോടും ഒരു വൈരാഗ്യം തോന്നിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ ദേവാലയത്തിൽ ഇതേപോലെ വിശുദ്ധ കുർബാനയിൽ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം. നമ്മൾ പിന്നെ പുസ്തകങ്ങളിലൂടെ അതുപോലെ തന്നെ മാതാവിൻ്റെ അങ്ങനെ തന്നെ എനിക്കൊരു 94 പെട്ടെന്നൊരു സത്യാന്വേഷണത്തിൽ ഒത്തിരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ശരിക്കും ഇതാണോ വേണ്ടയോ അങ്ങനെ. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ഒത്തിരി പേരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരാനിടയായി, ഡേവിസിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു 2 മാസത്തേക്ക് കൊന്ത നിർത്തി എന്ന് പറയാം. അപ്പം മാതാവിനെ പോയി ഉമ്മ വെക്കുകയോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ 6 മണിക്കത്തെ കുർബാനയ്ക്ക് പോയിട്ട് ഞാനവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളിയിൽ ആരുമില്ല. 8 മണിയായപ്പം ആ മാതാവിൻ്റെ നിത്യസഹ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഭയങ്കര മണം വരുമോ എനിക്ക്. അപ്പം ഞാൻ ഓർത്ത് ആരോ കടന്നുപോയി അവരുടെ പെർഫ്യൂം സ്മെല്ലാണ്. അപ്പോൾ അത് 95, 96 കാലഘട്ടത്തിന്. അപ്പോൾ അന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല സുഗന്ധം മാതാവിൽ നിന്ന് വരുന്നെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു, ഇതെന്നാ മണമാണ്. അപ്പോൾ പലതരം മണമാണ്. ഞാനപ്പോൾ ഇത് എവിടെയാണ് ഈ മണമെന്നറിയാൻ നടന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പിന്നെ ഒരു കംപ്ലീറ്റ് വേറൊരു ലോകത്തിലായി. ഭയങ്കര സുഗന്ധാഭിഷേകം. എന്നിട്ട് ഞാനങ്ങ് കരഞ്ഞു. അവിടെ മുട്ടുകുത്തി അവിടെ നിന്ന് ജപമാല ചൊല്ലി 9 മണി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പുള്ളി അവിടെ നിന്നിപ്പോൾ നീ എന്തുവായി പറയുന്നത്, 6 മണിക്ക് വന്നതല്ലേ, പിള്ളേരുടെ അടുത്ത് പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുക്കൽ പോകണം, എനിക്കിങ്ങനെ ഒരു ഇത് വന്നു, ഇത് എന്തുവാണെന്ന് എനിക്കറിയണം. എന്നിട്ട് പുള്ളി എന്നെ നിർബന്ധിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് 97 ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ എൻ്റെ അറിയുന്നത് മാതാവിൻ്റെ വലിയ സാന്നിധ്യം. അങ്ങനെ ഞാൻ ജപമാല കയ്യിലെടുത്തു. കാരണം വീണ്ടും കയ്യിലെടുത്താണ് അത്. ഇത് ഇപ്പോൾ ഈ കേൾക്കുന്നത് വലിയ സന്ദേശമാണ്. പരിശുദ്ധമ്മ ജപമാല രാജ്ഞിയാണ്. നമ്മൾ ഓർത്തു നോക്കിയോ, ലോകത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ച ഫാത്തിമ സന്ദേശമൊക്കെ. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് തർക്കങ്ങൾ പറയുമ്പോൾ ജപമാല കയ്യിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്ക വ്യക്തിയും തയ്യാറാകരുത്. അമ്മയുടെ ആ സാന്നിധ്യത്തിലൂടെ ചേച്ചിക്ക് കിട്ടിയ അനുഭവം തന്നെ ചിലപ്പോൾ ഓരോരുത്തർക്കും സുഗന്ധമായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ മാതാവ് നമ്മുടെ മധ്യസ്ഥയും സ്വർഗീയ രാജ്ഞിയുമാണ്. അതിനെ നമ്മൾ ഒരു കാരണവശാലും മാറ്റിവെക്കരുതെന്നാണ്. ദൈവസ്നേഹത്തിൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ എന്നും നമുക്കൊരു വലിയ പ്രചോദനമാണ്. അത് നമ്മെ ആ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. വീണ്ടും പുറപ്പാടിൻ്റെ പുതിയൊരധ്യായത്തിൽ കണ്ടുമുട്ടുന്നവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ